ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗോള കത്തോലിക്ക സഭ ദുഃഖവെള്ളി ആചരിക്കുകയാണ്. യൂദാസ് എന്ന ഒരുവൻ്റെ 30 വെള്ളി നാണയങ്ങൾക്കുള്ള കൊതി ലോകം മുഴുവൻ്റെയും ദുഃഖവെള്ളിയാഴ്ചയായി രൂപാന്തരപ്പെടുന്നു. ഒരുവൻ അവൻ്റെ തന്നെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് ലോകം മുഴുവനും നഷ്ടത്തിൻ്റെ കണക്കുകളിലേക്ക് എണ്ണിപ്പെടുന്നു. ദൈവം തൻ്റെ പുത്രനെ തന്നെ ലോകത്തിന് അയക്കുവാൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണ് വചനം പറഞ്ഞു വയ്ക്കുക. പക്ഷേ ആ സ്നേഹത്തെ പോലും തിരിച്ചറിയാതെ ആ സ്നേഹത്തെ തന്നെ പരിത്യജിച്ച് കളഞ്ഞ കൂടെ നടന്നവൻ. അങ്ങനെ ഗുരുവിന് ഒരുവനിട്ട വിലയാണ് 30 വെള്ളിക്കാശ്. ആരെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടാലും എനിക്ക് നേട്ടം കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്ത. ആ ചിന്ത ചെന്ന് എത്തിച്ചത് ഏറ്റവും വലിയ മനുഷ്യരാശിയുടെ മേലുള്ള മുറിവിലേക്കാണ്. ക്രിസ്തു കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന സംഭവമാണ്. യൂദാസ് ഒരു ചുംബനം കൊണ്ടാണ് തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുന്നത്. എന്നാൽ യേശുനാഥൻ യൂദാസിനെ വിളിക്കുന്നത് സ്നേഹിത എന്ന വാക്കാണ്. ഇനി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ചിന്ത. ആ ചിന്തയാണ് കർത്താവിൻ്റെ മനസ്സിൽ മുഴുവനും. ഇവൻ എൻ്റെ മനസ്സറിയുന്നവൻ, എൻ്റെ സ്നേഹിതൻ, എൻ്റെ ഹൃദയതാളം പോലും മനസ്സിലാക്കുന്നവൻ, ഞാൻ പേര് ചൊല്ലി വിളിച്ചവൻ. എന്നാൽ യൂദാസ് അതൊന്നും ചിന്തിക്കാതെ ആരാണോ എന്നെ ചേർത്ത് വിളിച്ചവൻ അവനെ തന്നെയാണ് ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് സ്വന്തം പണസഞ്ചി വീർപ്പിക്കാനായിട്ട് നോക്കിയപ്പോൾ അത് ദൈവ മനസ്സിന് ഏറ്റവും വലിയ വേദനയാകുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുനാഥന്റെ കുരിശിന്റെ വഴി നമ്മൾ ചൊല്ലുമ്പോൾ എത്ര സ്നേഹത്തോടുകൂടെ അതിനെ ആർദ്രതയോടുകൂടെ ചൊല്ലണമെന്ന് കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടുകൊണ്ട് പീലാത്തോസിന് മുൻപിൽ നിൽക്കുകയാണ്. വിധിവാചകം ഉച്ചരിക്കപ്പെടുന്നു. മനുഷ്യന് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അയച്ചവൻ മനുഷ്യന്റെ കരങ്ങളാൽ വിധിക്കപ്പെടുകയാണ് കൊലക്കളത്തിലേക്ക്. എന്നാൽ യേശുവിന് പകരമായി സ്വതന്ത്രമാക്കുന്നത് പാപത്തിൻ്റെ മലിനതയുടെ ഏറ്റവും വലിയ ആൾരൂപമായ ബറാബാസ്. ജനങ്ങൾ പ്രഘോഷിക്കുകയാണ്, ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക. ക്രിസ്തുനാഥന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി മാത്രം നൽകിയ സ്നേഹത്തിന്റെ കരുണ വറ്റാത്ത ഹൃദയമുള്ളവൻ, അവനെയാണ് മറ്റുള്ളവർ ക്രൂശിക്കുക എന്ന് പറയുന്നത്. ചുറ്റിനുമുള്ളവർ അവഹേളിച്ചുകൊണ്ട് അവനെ നഗ്നനാക്കിക്കൊണ്ട് കുരിശിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അവിടെയും ക്രിസ്തുവിന് വേണ്ടി വാദിക്കുവാൻ ചിലരുണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുന്ന പീലാത്തോസിന്റെ ഭാര്യ ക്രിസ്തുവിന്റെ ഭാഗം കൂടെ കേൾക്കണമെന്ന് അവൾ ഭർത്താവിനോട് പറയുകയാണ്. വീണ്ടും വഴിയരികിൽ വെച്ച് ക്രിസ്തുവിന്റെ മുഖം തുടയ്ക്കാനായിട്ട് വരുന്ന വെറോണിക്ക, ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് സഹതാപം തോന്നി വഴിയരികിൽ നിന്ന് കരയുന്ന ജെറുസലേമിലെ സ്ത്രീകൾ, ഇവരെല്ലാവരും പ്രഘോഷിക്കുന്നത് നിങ്ങളെല്ലാവരും അവനെ ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ അവൻ്റെ കൂടെയുണ്ട് എന്നാണ്. ക്രിസ്തുവിൻ്റെ മനസ്സിന് ആശ്വാസം നൽകുന്ന ചിലരെങ്കിലും ആ സമയത്തും ധീരതയോടുകൂടെ ശക്തിയുക്തമായി അവൻ്റെ അരികിലേക്ക് വരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടുപോലും മറ്റുള്ളവർ പ്രഘോഷിക്കുകയാണ്, ഇവനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇവനെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന്. ആരെയും ഭയക്കാതെ മുന്നോട്ട് വന്ന അവരുടെ കൂട്ടത്തിൽ പെടുന്നവരാണോ ഞാൻ? അതോ കൂടെ നടന്നിട്ടും അവൻ്റെ എല്ലാ ഹൃദയ വികാരങ്ങൾ അറിഞ്ഞിട്ടും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒറ്റുകൊടുത്ത തള്ളിപ്പറഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ കൂടെയാണോ? ഈ ദുഃഖവെള്ളിയാഴ്ച എൻ്റെ തന്നെ മനസ്സിനെ ഒന്ന് വിലയിരുത്തുവാൻ പറയുന്നുണ്ട്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള അവൻ്റെ അവസാനത്തെ വാക്കുകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദമായി മാറേണ്ടത്. നിന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് തൂമഞ്ഞ് വെള്ള പോലെ ആക്കുമെന്നുള്ള ഉറപ്പ് അത് കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു. ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ 2 ആവർത്തിയാണ്
അതേ ക്ഷമയുടെ വാക്ക് ആവർത്തിക്കപ്പെടുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന്. ജീവിച്ചിരുന്ന് ശിഷ്യന്മാരോടൊപ്പമായിരുന്ന് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും മരണത്തിൻ്റെ ഏറ്റവും അവസാന ശ്വാസമെടുക്കുമ്പോഴും ക്രിസ്തുവിന് പറയാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ക്ഷമയെന്ന വാക്ക്. ഈ ദുഃഖവെള്ളിയാഴ്ച ക്രിസ്തുവിൻ്റെ കുരിശുമെടുത്തുകൊണ്ട് നമുക്കൊരു വിശ്വാസ പ്രയാണം നടത്താം, ഒരു കുരിശിൻ്റെ വഴി നടത്താം. സ്നേഹത്തിൻ്റെ ക്ഷമയുടെ വക്താക്കളായി നമുക്ക് മാറാം. അങ്ങനെ ക്രിസ്തു കാണിച്ചു തരുന്ന കുരിശിൻ്റെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അനുയായിയായി നമുക്ക് മാറാം. അവന് വേണ്ടി ജീവിക്കാം, അവന് വേണ്ടി മരിക്കാം, അവനെ സ്വന്തമാക്കാം. ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുനാഥൻ ചൊരിഞ്ഞ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മളെ നേടിയെടുത്ത അതേ ചിന്തയോടുകൂടെ നമുക്ക് മുന്നേറാം. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.